ഹായ് ഗൈസ്, നമ്മൾ ഈ ഒരു വീക്കിലെ യൂറോ USD, GBP USD, XAU USDൻ്റെ വീക്ക്ലി ലെവൽസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ടോപ്പ് ഡൗൺ അനാലിസിസ് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഡെയിലിയിൽ നിന്ന് താഴേക്കായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂറോ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുന്നൊരു സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു ലെവലാണ്, ഇതിന് മുന്നത്തെ വീക്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ലെവലാണിത്. ഈ ഒരു ലെവലിൽ നിന്ന് ഒരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രൈസ് ഇപ്പം ഒരു ബുള്ളിഷ് FVGയെ റെസ്പെക്റ്റ് ചെയ്താണ് കറൻ്റ്ലി ഡെയിലിയിൽ നിൽക്കുന്നത്. കറൻ്റ്ലി നോക്കുവാണെങ്കിലും എല്ലാ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പും റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് കറൻ്റ്ലി പ്രൈസ് നിൽക്കുന്നത്. അതിൽ തന്നെ ഈ ഒരു ഹൈയുടെ മേളിലത്തെ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നല്ല ലിക്വിഡിറ്റി ഉള്ള ഏരിയ ആണ്. അപ്പോൾ അത് കളക്ട് ആവാനും സാധ്യതയുണ്ട്. അതിൽ നമ്മൾ 4 ഹവറിലേക്ക് പോകുന്നൊരു സമയത്ത് 4 ഹവറിലും നമ്മൾ ഈ ഒരു ലെവൽ ഡിസ്കസ് ചെയ്തിരുന്ന ലെവലാണ് ലാസ്റ്റ് വീക്കിൽ. ഈ ഒരു ലെവൽ ആകെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടൻഷ്യലി നല്ലൊരു ഏരിയ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് നമുക്കൊരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ക്ലിയറായിട്ട് അവിടുന്ന് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫോളാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത് 4 ഹവറിൽ നോക്കുന്നൊരു സമയത്ത്. ഇനിയും അതിൻ്റെ മൂവ്മെൻറ്റ് എവിടെ വരെ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺമിറ്റിഗേറ്റഡ് ആയിട്ട് കുറച്ച് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഇവിടെ എല്ലാം ക്രിയേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ജസ്റ്റ് മിറ്റിഗേറ്റഡ് ആണ്, പക്ഷേ 50% മിറ്റിഗേറ്റഡ് അല്ല. അതുകൊണ്ട് സ്റ്റിൽ ഇത് കൺസിഡർ ചെയ്യാം. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൺസിഡർ ചെയ്യാം, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൺസിഡർ ചെയ്യാം. ഈ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്കും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് എവിടെ വരെ കണ്ടിന്യൂ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വരെയാണ്. കാരണം അതിന് താഴോട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ് എല്ലാം ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്. പിന്നീടുള്ളത് നല്ല ദൂരമുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് റെസ്പെക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു ഏരിയ വരെ വരാൻ സാധ്യതയുണ്ട് 4 ഹവറിൽ നോക്കുമ്പോൾ. ഒരു 1 ഹവറിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ഹവറിൽ നോക്കുന്ന ഒരു സമയത്ത് കറൻ്റ്ലി പ്രൈസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അത് ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. താഴെ അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ട്. അതുകൊണ്ട് പ്രൈസ് ഇത് വയലേറ്റ് ചെയ്ത് താഴേക്ക് പോകാൻ തന്നെ ആയിരിക്കും ചാൻസ്. 1 ഹവറിൽ നോക്കുമ്പം ഈ ഒരു രീതിയിലുള്ളൊരു പ്രൈസ് ആക്ഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പം ഈ ഒരു വീക്കിൽ ഈ ഒരു രീതിയിലുള്ളൊരു മൂവ്മെൻറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പം കറൻ്റ്ലി യൂറോ USDയിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ചെറിയ പുൾ ബാക്ക് വരാനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു വീക്കിൽ. ഇനിയും 50 മിനിറ്റിലെ ഓപ്പർച്യൂണിറ്റീസ് നോക്കുവാണെങ്കിൽ 50 മിനിറ്റിലും ഇപ്പം കറൻ്റ്ലി ഈ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്കും ഇംബാലൻസും, ഓർഡർ ബ്ലോക്ക് കവറായിട്ടില്ല, എക്സ്ട്രീം ഇംബാലൻസിൽ നിന്നാണ് ഈ ഒരു ചെറിയ റിയാക്ഷൻ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കളക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഈ ഓർഡർ ബ്ലോക്കും വയലേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു ബെയറിഷ് മൂവ് കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. ഇനിയും ഇതിന് മേളിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ ഓൾറെഡി എല്ലാം ഫെയർ വാല്യൂ ഗ്യാപ്സ് മിറ്റിഗേറ്റഡ് ആണ്. ഇനിയും ഈ ഒരു ഏരിയയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ളത്. അതാണ് കറൻ്റ്ലി യൂറോയിലെ ഒരു ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുമ്പോൾ. അപ്പം കറൻ്റ്ലി ഈ ഒരു വീക്കിൽ നമ്മൾ ബെയറിഷ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ആ ഒരു പുൾ ബാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. GBP ആണെങ്കിലും ഡെയിലിയിൽ നോക്കുന്നൊരു സമയത്ത് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒക്കെ റെസ്പെക്റ്റ് ചെയ്തുള്ള മൂവ്മെൻ്റ് ആണ് കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പം അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒരുപാട് പെൻഡിങ് ആണ് കറൻ്റ്ലി. അതിൽ തന്നെ റീസെൻ്റായിട്ട് സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചർ ബ്രേക്കിന് കാരണമായിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഇംബാലൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു കണ്ടിന്യൂവേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ഇത് സ്റ്റിൽ ഒരു ലെസ് പ്രോബബിൾ ആവുന്നുണ്ട്. അതിൻ്റെ കാരണം ഒരുപാട് അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഉള്ളത് കൊണ്ട് ഈ ഒരു സോൺ വയലേറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് ഡെയിലിയിൽ. 4 ഹവറിൽ നോക്കുന്നൊരു സമയത്ത് നമുക്ക് കറൻ്റ്ലി ഫെയർ വാല്യൂ ഗ്യാപ്സ് എല്ലാം
മിറ്റിഗേറ്റഡ് ആണ്. ഇവിടെ അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ളൊരു ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു എക്സ്ട്രീം സോണിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പും ഓർഡർ ബ്ലോക്കും അൺമിറ്റിഗേറ്റഡ് ആണ്. അപ്പോൾ ഈ പുൾ ബാക്ക് വരുമ്പം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരുന്ന ആ ഒരു ഏരിയ വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയും അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ് അത് കഴിഞ്ഞാലും ഒരുപാടുണ്ട്. അപ്പം ഇതാണ് ലെസ് പ്രോബബിൾ ആണെന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ കാര്യം. കറൻ്റ്ലി എക്സ്ട്രീം സോണിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. പക്ഷേ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നാണ് റിയാക്ഷൻ കിട്ടി മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, 1 അവറിലേക്ക് നോക്കുന്നൊരു സമയത്ത് 1 അവറിലുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബായിട്ടുള്ള എക്സ്ട്രീം സോണിലുള്ളൊരു ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. ഈ ഒരു സോൺ വാലിഡ് ആയിട്ടുള്ളൊരു സോണാണ്. അപ്പോൾ ഈ ഒരു സോണിലേക്ക് പ്രൈസ് വന്നാൽ ഇവിടെ ഒരു റിയാക്ഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് ഒക്കെ വന്നതിന് ശേഷമാണ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു സോണും കൺസിഡറബിൾ ആയിട്ടുള്ളൊരു സോൺ തന്നെയാണ്. സെൽ ഓപ്പർച്യൂണിറ്റി ഒന്നും കറൻ്റ്ലി ഈ ഏരിയയിലൊന്നും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല. 50 മിനിറ്റിലേക്ക് നോക്കുന്നൊരു സമയത്ത് 50 മിനിറ്റിൽ എക്സ്ട്രീം ഈ ഒരു സോൺ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇതിന് മുകളിൽ വേറെ നല്ല സോണൊന്നുമില്ല സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറൻ്റ്ലി ഈ ഒരു സോണിൽ നിന്ന് റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ഏരിയ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ട് ലോവർ ടൈം ഫ്രെയിമിൽ. ഹയർ ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ഏരിയ ഈ ഒരു ഏരിയ തന്നെയാണ്. പക്ഷേ ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരുപാട് അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് റിയാക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് പ്രൈസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് അല്ലെങ്കിൽ ഈ ഒരു ഇനഫിഷ്യൻസി ഒക്കെ കളക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു സ്ഥലത്ത് നിന്ന് സെല്ല് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറൻ്റ്ലി ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് അത് ഡയറക്റ്റായിട്ട് എൻട്രി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനിയും XAUവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ XAU ആസ് ഓൾവേസ് പമ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കേസിലും കറൻ്റ്ലി ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്സ് എല്ലാം മിറ്റിഗേറ്റഡ് ആയിട്ടാണ് ഇന്ന് കറൻ്റ്ലി മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്നത്. റീസെൻ്റായിട്ട് ക്രിയേറ്റ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് റിയാക്ഷൻ കിട്ടിയിട്ടില്ല. അതുകൂടാതെ അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളത് ഡെയിലിയിൽ പിന്നെ ഈ ഒരു ഏരിയയിലാണ് കറൻ്റ്ലി ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലേക്ക് ഒരു പുൾ ബാക്ക് വന്നാൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. പിന്നീടുള്ള ഏരിയാസ് എല്ലാം അൺമിറ്റിഗേറ്റഡ് ആയിട്ട് ഒരുപാട് താഴെയുള്ള ഏരിയാസാണ്. അപ്പോൾ ഇവിടെയൊക്കെ പ്രൈസ് വരാൻ ചാൻസ് വളരെ കുറവാണ്. ഈ ഒരു സ്ഥലത്താണെങ്കിലും ഈ ഒരു വീക്കിൽ പ്രൈസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ആൻഡ് ഗോൾഡ് എക്സ്ട്രീം ബുള്ളിഷ് കണ്ടീഷൻസിലാണ് നിൽക്കുന്നത്. അപ്പം ബൈ ഓപ്പർച്യൂണിറ്റി നോക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഇപ്പോൾ കറണ്ട് സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ കറണ്ട് സ്ട്രക്ചർ ബ്രേക്കിന് കാരണമായിട്ടുള്ള എക്സ്ട്രീം സോൺ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യാവുന്ന ഏരിയ ആണ്. ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബാക്കി ഇവിടുത്തെ ഫെയർ വാല്യൂ ഗ്യാപ്സ് എല്ലാം ഓൾമോസ്റ്റ് മിറ്റിഗേറ്റഡ് ആണ്. ഈ ഒരു ഏരിയയിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് അൺമിറ്റിഗേറ്റഡ് ആണ്. ഈ ഏരിയ എന്നൊക്കെ റിയാക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് മേളിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പും റിയാക്ഷൻ കിട്ടിയിട്ടില്ല, അത് അൺമിറ്റിഗേറ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു സോൺ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് 4 അവറിലെ വ്യൂ എന്ന് പറയുന്നത്. എപ്പോഴും കറൻ്റ്ലി ഒരു ബൈ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഗോൾഡിൽ ഹൈ പ്രോബബിളായിട്ട് നിൽക്കുന്നത്. ഇനി 1 അവറിൽ നോക്കുവാണെങ്കിലും കറൻ്റ്ലി സെൽ ഓപ്പർച്യൂണിറ്റി ഒന്നും നല്ല സെൽ ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല. ഇവിടെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും അതൊരു നല്ല പ്രോബബിളായിട്ടുള്ളൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഒന്നും അല്ല. ഓക്കെ, അതുകൂടാതെ ബൈ ഓപ്പർച്യൂണിറ്റി നോക്കുവാണെങ്കിലും എല്ലാം കളക്റ്റഡ് ആണ് 1 അവറിൽ നോക്കുന്നൊരു സമയത്ത്.
50 മിനിറ്റിൽ നോക്കുവാണെങ്കിലും നമുക്ക് സെൽ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അതും ഒരു പ്രോബബിളായിട്ടുള്ള ഒരു സെൽ ഓപ്പർച്യൂണിറ്റി അല്ല. ബൈ ഓപ്പർച്യൂണിറ്റി നോക്കുവാണെങ്കിലും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് മാത്രമേ ഉള്ളൂ അൺമിറ്റിഗേറ്റഡ് ആയിട്ട്. ബാക്കി നല്ല ഏരിയാസ് ഒന്നും 50 മിനിറ്റിൽ ഈ ഒരു റീസെൻറ്റ് ലെഗിലില്ല. ഇനിയും ഈ ഒരു സോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്സിൽ നിന്നൊക്കെ റിയാക്ഷൻ കിട്ടുവാണെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. എക്സ്ട്രീം സോണിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഇംബാലൻസും ഉണ്ട്, അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ പ്രൈസ് വരുവാണെങ്കിൽ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. കറൻ്റ്ലി നെക്സ്റ്റ് വീക്കിലാണെങ്കിലും ഗോൾഡ് ബുള്ളിഷ് ആവാനാണ് ചാൻസ്. കാരണം ബെയറിഷ് ആവാനുള്ള ഒരു മൊമെൻറ്റം കാണുന്നില്ല ഗോൾഡിൽ കറൻ്റ്ലി റീസെൻ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബുള്ളിഷ് മൂവ് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസാണ് ഈ ഒരു വീക്കിലും ഗോൾഡിൽ കാണുന്നത്. ഓക്കെ.